ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യരും കീർത്തി വേണം, പ്രശസ്തി വേണം, നാലാളുകൾ അറിയപ്പെടണം എന്നെല്ലാം ധരിക്കുന്നവരായിട്ടുണ്ട്. നമ്മളിൽ രജോ ഗുണം വളരുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണം എന്ന് തോന്നുക. എന്നാൽ സത്വഗുണം വളർന്ന ഒരാൾക്ക് പേരോ പെരുമയോ സ്ഥാനമാനങ്ങളോ ഒന്നും വേണമെന്ന് തോന്നുകയില്ല. അങ്ങനെയുള്ള മനസ്സ് പരമശാന്തമായിരിക്കും. പലതിനും മോഹിക്കുന്ന ആ മനസ്സിനോട് നാം ചോദിക്കണം, അല്ലയോ മനസ്സേ, കീർത്തിയാലെന്താ നിനക്കോ ധന, പൂർത്തിയാലെന്താണ് രാജ്യത്താലെന്ത്, ആർത്തി നശിക്കണമെങ്കിൽ മനമേ പാർത്തിയിടുക ആത്മാവേ ആശ അടക്കി. കീർത്തിയാൽ എന്താ മനമേ, അല്ലയോ മനസ്സേ, കീർത്തി കൊണ്ട് എന്താണ്? കുറേ ധനം സമ്പാദിച്ചത് കൊണ്ടെന്താണ്? കീർത്തിയാലെന്താ നിനക്കു, ധനപൂർത്തിയാലെന്താണ് രാജ്യത്താലെന്ത്, കുറേ ഭൂമി വാരിക്കൂട്ടി അതുകൊണ്ടെന്താ? ആർത്തി നശിക്കണമെങ്കിൽ മനമേ, മനസ്സ് വീണ്ടും വീണ്ടും പലതും നേടണം. 10 കിട്ടുകൾ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും. 5 സെൻറ്റ് ഇല്ലാത്ത ഒരാൾക്ക് 5 സെൻറ്റ് കിട്ടിയാൽ മതി. എന്നാൽ 5 സെൻറ്റ് കിട്ടുമ്പോൾ അത് 10 ആക്കാനുള്ള മോഹമാണ്. 10 കിട്ടിയാൽ 1 ഏക്കർ വേണം. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ കിട്ടിയതിലൊന്നും സംതൃപ്തിയില്ല, അതുകൂടി കിട്ടണം എന്ന്. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. അതാണ് ആർത്തി എന്ന് പറയുന്നത്. ആർത്തി നശിക്കണമെങ്കിൽ മനമേ, ഈ ആർത്തി നമ്മുടെ മനസ്സിൽ ഇല്ലാതെയാകണമെങ്കിൽ പാർത്തിയിടുക ആത്മാവിൽ ആശയടക്കി. നിന്റെ ഈ ആഗ്രഹങ്ങളെ നിന്നെ പടുകുഴിയിൽ ചാടിക്കും. അതുകൊണ്ട് ആ ആശകളൊക്കെ ആവശ്യമുള്ളതാണോ എന്ന് ചോദിച്ച് അതിൽ നിന്നും പിൻവലിച്ച് ആത്മാവിലേക്ക് തിരിച്ച് വിട്ടാൽ പരമമായ ശാന്തിയുടെ ഉടമകളായിത്തീരും നമ്മൾ. അത്തരത്തിലുള്ള ഒരിക്കലും എടുത്താൽ തീരാത്തത്ര പരിപൂർണ സംതൃപ്തി തരാൻ കഴിയും നമ്മുടെ ആത്മാവിനെ അറിയുമ്പോൾ മനസ്സിനുണ്ടാകുന്ന അവസ്ഥ. അതിനാൽ ഇതിൻ്റെ പിന്നാലെ പോയി ആയുഷ്കാലം നശിപ്പിക്കല്ലേ എന്ന് നമ്മോട് താക്കീത് പറയുകയാണ്. കീർത്തിയാലെന്താ നിനക്കു, ധനപൂർത്തിയാലെന്താണ് രാജ്യത്താലെന്ത്, ആർത്തി നശിക്കണമെങ്കിൽ നിത്യം പാർത്തിയിടുക ആത്മാവേ ആശ അടക്കി. ഇത്തരത്തിലുള്ള സുഭാഷിത രത്നങ്ങൾ ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ച വസ്തുക്കളോടുള്ള അത്യാസക്തി കുറഞ്ഞ് ആത്മാവിലേക്ക് മനസ്സ് തിരിയാൻ എളുപ്പമുണ്ട്. അതിന് നമ്മളുടെ വീടോ നമ്മുടെ കുടുംബമോ സ്ഥാനമാനങ്ങളോ ജോലിയോ ഇന്നിരിക്കുന്ന സ്ഥാനങ്ങളോ ഒന്നും ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. ഇതൊക്കെ ദേഹരക്ഷയ്ക്ക് വേണ്ടി നാം സ്വീകരിക്കുന്ന ഉപായങ്ങളാണ്. ഇവ വിടാതെ തന്നെ നമുക്ക് ആത്മരസം അനുഭവിച്ച് ആനന്ദിക്കാൻ സാധിക്കുന്നതാണ്. അതിന് മർത്യദേഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതത്തെ പ്രധാനമായും നാം വിനിയോഗിക്കേണ്ടത്.